ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്തു വരുന്ന സൂര്യ 45ന്റെ ആദ്യ ടീസർ റിലീസിനൊരുങ്ങുന്നു. നിലവിൽ ടീസറിന്റെ എഡിറ്റിംഗ് വർക്കുകൾ നടന്നു വരികയാണെന്നും ഉടൻ തന്നെ ടീസർ റിലീസ് ചെയ്ത് പ്രഖ്യാപനം പുറത്തു വരുമെന്നും മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ മൂവിയാണ് JSK. ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ JSKയുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ C5ഉം C കേരളവും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന JSKയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ഏറെ നാളായി റിലീസ് കാത്തിരിക്കുന്ന ഒരു തമിഴ് സിനിമയാണല്ലോ ചിയാം വിക്രത്തെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ധ്രുവ നക്ഷത്രം. കഴിഞ്ഞ 7 വർഷത്തിനിടെ 13 തവണയാണ് ധ്രുവ നക്ഷത്രത്തിന്റെ റിലീസ് തീയതി തീരുമാനിച്ചത്. പിന്നീട് പല കാരണങ്ങളാൽ പറഞ്ഞത് മുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇന്നലെ ഗൗതം മേനോൻ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ധ്രുവ നക്ഷത്രം റിലീസ് ചെയ്ത ശേഷം മാത്രമേ താൻ ഇനി മറ്റു സിനിമകളുടെ സംവിധാനത്തിലേക്കോ അഭിനയത്തിലേക്കോ കടക്കുകയെന്നാണ് ഗൗതം വാസുദേവ് മേനോൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരുന്ന ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ധ്രുവ നക്ഷത്രം റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ഗൗതം മേനോൻ. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപനത്തിനായി. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന പാനിന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയുടെ തെലുങ്ക് വിതരണാവകാശം 45 കോടി രൂപയ്ക്ക് സിത്താര എന്റർടൈൻമെന്റ്സ് സ്വന്തമാക്കിയെന്നൊരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ഈ വാർത്തയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഒരു പോസ്റ്റർ മുഖേന മൂവി ടീം തന്നെ പുറത്തുവിടും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസൂക്ക എന്ന ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ C5 സ്വന്തമാക്കിയെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് തീയതിയുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ബസൂക്ക ഈ ജൂൺ മാസം OTT റിലീസ് ചെയ്യുന്നില്ല. പകരം ജൂലൈ മാസത്തിൽ ആദ്യവാരം തന്നെ ബസൂക്ക C5ലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ധനുഷ്, നാഗാർജുന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് ഡ്രാമ മൂവിയാണ് കുബേര. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ ജൂൺ 13-ാം തീയതി പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സായി പല്ലവിയാണ് കുബേരയിൽ നായികവേഷത്തിലെത്തുക. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ദിലീപ് നായകനാവുന്ന ഒരു സിനിമ കൂടി മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ തിരക്കഥാ വർക്കുകൾ നടന്നു വരുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരു നവാഗത സംവിധായകനായിരിക്കുമെന്നും പറയപ്പെടുന്നു. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. വിജയ് സേതുപതിയെ നായകനാക്കി വെട്രിമാരൻ സംവിധാനം ചെയ്ത വിടുതലൈ പാർട്ട് 2 എന്ന ചിത്രത്തിന്റെ എക്സ്റ്റൻഡഡ് OTT വേർഷൻ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ ലഭ്യമാണ്. 3 മണിക്കൂറും 7 മിനിറ്റുമാണ് ചിത്രത്തിന്റെ പുതുക്കിയ റണ്ണിംഗ് ടൈം. സൂര്യ നായകനാക്കി വെങ്കി അട്ലൂർ സംവിധാനം ചെയ്തു വരുന്ന സൂര്യ 46 എന്ന ചിത്രത്തിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഷെഡ്യൂൾ ചിത്രീകരണം കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ വെച്ച് ചിത്രീകരിക്കാനുള്ള പ്ലാനിലാണ് മൂവി ടീം എന്ന് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നസ്ലിൻ, ലുക്മാൻ, ഗണപതി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം ഇപ്പോൾ സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഒരു തവണ കണ്ടു നോക്കുക. ഖാലിദ് റഹ്മാന്റെ മുൻ ചിത്രമായ തല്ലുമാല എന്ന സിനിമയുടെ ലെവലൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു തവണ കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണ് ആലപ്പുഴ ജിംഖാന. ഇനി നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നൊന്ന് പരിശോധിക്കാം. 1. റോന്ത്. ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമയ്ക്ക് ശേഷം ഷാഹി കബീറിന്റെ സംവിധാനത്തിൽ ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് റോന്ത്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ച റോന്തിന്റെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 2 മിനിറ്റും. 2. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ജയ 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 ഹേ ഗുരുവായൂർ അമ്പലനടയിൽ വാഴ പോലുള്ള സിനിമകളിലൂടെ പ്രശസ്തനായ വിപിൻ ദാസ് തിരക്കഥയൊരുക്കി വിപിൻ സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ മൂവിയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, ജോമോൻ, സിജു സണ്ണി, മല്ലിക സുകുമാരൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന് സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം 1 മണിക്കൂറും 56 മിനിറ്റും. 3. ദ പ്രൊട്ടക്ടർ. ഷൈം ടോം ചാക്കോ, മണിക്കുട്ടൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ GM മനു സംവിധാനം ചെയ്ത ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ദ പ്രൊട്ടക്ടർ. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം 1 മണിക്കൂറും 58 മിനിറ്റും. 4. ബെല്ലറീന. ജോൺ വിക് ഫ്രാഞ്ചൈസിൽ നിന്നും വരുന്ന ഒരു സ്പിൻ ഓഫ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബെല്ലറീന. ഓൾറെഡി വിദേശ രാജ്യങ്ങളിൽ ഈ ചിത്രം റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ചിത്രം നാളെയാണ് റിലീസിനെത്തുക. സെൻസർ ബോർഡിൽ നിന്നും A സർട്ടിഫിക്കറ്റ് ലഭ്യമായ ബെല്ലറീനയുടെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 7 മിനിറ്റും. 5. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഹോളിവുഡിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു അഡ്വഞ്ചർ ഫാന്റസി ചിത്രമാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 5 മിനിറ്റും. ജയസൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ സംവിധാനം ചെയ്തു വരുന്ന ആട് 3 എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ ഇപ്പോൾ കാവ്യ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയും ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിത്തത്തിൽ പങ്കുചേർന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു എപ്പിക് ഫാന്റസി ജോണറിൽ ഒരുങ്ങുന്ന സിനിമയ്ക്ക് VFXനും മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കും അധികം ബഡ്ജറ്റ് വേണ്ടതിനാലാണ് കാവ്യ ഫിലിംസിനെ നിർമ്മാണ പങ്കാളിത്തത്തിൽ ഉൾക്കൊള്ളിച്ചതെന്നാണ് വിജയ് ബാബു പറഞ്ഞിരിക്കുന്നത്. കൂലി എന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന അടുത്ത സിനിമയാണ് കൈദി 2. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന കൈദി 2ന്റെ കാസ്റ്റിംഗ് വർക്കുകൾ മൂവി ടീം ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം അനുഷ്ക ഷെട്ടിയുമായി മൂവി ടീം ചർച്ചകൾ നടത്തിയതായി ഒരു സൂചനയുമുണ്ട്. മേ ബി കൈദി 2ലെ ഫീമെയിൽ ലീഡ് റോളിലേക്ക് അനുഷ്ക ഷെട്ടിയെ ആവാം ലോകേഷ് പരിഗണിച്ചിരിക്കുന്നത്. എന്തായാലും മൂവി ടീമിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ പ്രഖ്യാപനം കൂലിയുടെ റിലീസിന് ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ. ഈ വർഷം ഡിസംബർ മാസം ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന കൈദി 2ന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ജനപ്രിയ നായകൻ ദിലീപ് നിലവിൽ അഭിനയിച്ചു വരുന്ന
ബബ്ബബ്ബ എന്ന സിനിമയുടെ 3ാം ഘട്ട ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇനി ചിത്രത്തിന് 20 ദിവസം മാത്രമുള്ള ലാസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ടാണ് പൂർത്തീകരിക്കാനുള്ളത്. ദിലീപും ഒപ്പം തന്നെ ലാലേട്ടനും ചേർന്ന് അഭിനയിക്കാനിരിക്കുന്ന അവസാന ഘട്ട ചിത്രീകരണത്തിനായിട്ടുള്ള സെറ്റ് വർക്കുകളുടെ ജോലി ഇപ്പോൾ തൊടുപുഴയിൽ വെച്ച് മൂവി ടീം നടത്തി വരികയാണ്. ആ ഒരു വർക്കുകൾ പൂർത്തിയാക്കിയ ശേഷം മഴയുടെ തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഈ ജൂൺ മാസം അവസാന വാരമോ ജൂലൈ മാസം ആദ്യ വാരമോ ബബ്ബബ്ബയുടെ അവസാനഘട്ട ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്.